ഹലോ മുത്തോണികളെ ഈ ടേബിൾ എന്ന് പറയുന്നത് എൻ്റെ കട്ടിംഗ് ടേബിളാണ്. പക്ഷെ ശരിക്ക് ഇതെൻ്റെ വീട്ടിലെ കുപ്പ ടേബിൾ ആണ്. അതിന് കാരണം എന്ത് എന്ന് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞിങ്ങനെ വരാം. ഈ ടേബിളെന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയുള്ള കാല് എൻ്റെ ഹസ്ബൻഡ് ഒരിടത്ത് നിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന സാധനമാണ്. ഇതിൽ എനിക്ക് കട എടുത്ത സമയത്ത് എൻ്റെ കണ്ണണ്ണനാണ് എനിക്ക് കട പെയിൻ്റ് അടിക്കാനും എല്ലാം റെഡിയാക്കി വയറിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ അണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണ എനിക്ക് വലിയ കട്ടിങ് ടേബിൾ വേണം, എനിക്ക് എന്നാലേ ഈ അംബ്രല്ല ഫ്രോക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് താഴെ കിടന്ന് എനിക്കിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്യ, ഭയങ്കരമായിട്ട് കിതയ്ക്കും. നമ്മൾ താഴെ ഇങ്ങനെ തുണി വിരിച്ചിട്ടിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഭയങ്കരമായിട്ട് കിതയ്ക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അംബ്രല്ല ചുരിദാറൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ടേബിളിൽ വെച്ച് എനിക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കണ്ണണ്ണനാണ് പറഞ്ഞത്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, വലിയ ഒരു ഫ്ലൈവുഡ് വാങ്ങിച്ചിട്ട് ഈ ടേബിളായിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഫ്ലൈവുഡ് വാങ്ങിച്ച് എൻ്റെ അണ്ണൻ ഇതെനിക്ക് കട്ടിങ് ടേബിളായിട്ട് പണി കഴിപ്പിച്ച് തന്ന ഈ സാധനം നിങ്ങൾക്കറിയണോ മുത്തുമണികളെ, എൻ്റെ വീട്ടിൽ കുപ്പ ടേബിളായിട്ട് മാറി. അതായത് ബാക്കിയുള്ള 2 ടേബിളുണ്ട് കേട്ടോ, 2 അല്ല, 1 2 3 4 ടേബിളുണ്ട് ഞങ്ങളെ വീട്ടിൽ. ഒരു ടേബിളെന്ന് പറയുന്നത് അതും ഇതുപോലെ കാല് മാത്രം കിട്ടിയ ഒരു സാധനം, അതിലൊരു ടൈൽസിൻ്റെ കഷ്ണം വാങ്ങിച്ച് അതിൻ്റെ മുകളിലിട്ടതാണ് ഒരു ടേബിൾ. പിന്നൊരു ടേബിളെന്ന് പറയുന്നത് എനിക്ക് ആദ്യം ഞാൻ കട തുടങ്ങിയ സമയത്ത് പിന്നെ ഞാൻ വാങ്ങിച്ചതാണ്. അതായത് തമ്പാനൂർ ഈ മേശയും കസേരയൊക്കെ പണി കഴിപ്പിച്ച് വിൽക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഒരു ടേബിളും ഒരു ബെഞ്ചും ഡെസ്കും ആയിട്ട് ഞാൻ വാങ്ങിച്ച്. ബെഞ്ചും ഡെസ്കും എൻ്റെ ഹൗവ അന്ന് കുഞ്ഞു കുട്ടിയായിരുന്നു, ഹൗവയ്ക്ക് പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ബെഞ്ചും ഡെസ്കും. ആ ബെഞ്ചും ഡെസ്കും ഇപ്പോൾ എവിടെ കിടക്കണമെന്ന് അറിയാമോ? ഈ വീട്ടിൻ്റെ മച്ചുമേലെ ആർക്കും വേണ്ടാത്ത അനാഥ പ്രേതം പോലെ അങ്ങനെ കിടപ്പുണ്ട്. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. അതെന്തിനാണ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന ഒരു കാലത്ത് എനിക്ക് ടേബിളുകളൊന്നുമില്ല, ഞങ്ങൾ ഓലയിട്ട വീട്ടിലാണ്, ടേബിളൊന്നുമില്ല, കസേര തന്നെ ഇല്ല. അതും കണ്ണണ്ണൻ്റെ ഒരു ടേബിൾ കണ്ണണ്ണൻ്റെ വീട് മാറുന്ന സമയത്ത്, തമിഴ്നാട്ടിൽ അവർ വീട് മാറുമ്പോൾ ഇവിടെ ഉള്ള ടേബിൾ എനിക്ക് തന്നിട്ട് പോയി. അങ്ങനെ ഒരു ടേബിൾ എനിക്കുണ്ടായിരുന്നു. ആ ടേബിൾ ഉണ്ടാകുന്നത് വരെ ഇങ്ങനെ താഴെ കിടന്നിട്ടാണ് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അന്ന് ഈ മണ്ണെണ്ണ വിളക്കായതുകൊണ്ട് തന്നെ സംഭവം എന്തെന്നറിയാമോ, അതിൽ ഞാൻ കിടന്ന് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എൻ്റെ മുടി കത്തിപ്പോവും. അങ്ങനെ കത്തി മൊട്ടച്ചിയൊന്നും ആയി പോയിട്ടില്ല, പക്ഷേ എപ്പോഴും അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റുമായിരുന്നു. അതായത് വിളക്ക് വെട്ടത്തിൽ ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമഴ്ന്ന് കിടന്ന് മുടി കത്തിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ അങ്ങനെ കമഴ്ന്ന് കിടന്ന് നമ്മൾ എഴുതാനും പറ്റൂല കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അന്ന് ഞാനിങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു, എന്ന് കുഞ്ഞു കുട്ടിയായിരുന്ന ആ ഒരു കാലത്ത് എന്നെങ്കിലും എനിക്കൊരു മോളോ മോനോ ഉണ്ടാവുമെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന്. പിന്നീട് ഞാൻ പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ മോള് കുറച്ച് തലയെടുത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഈ ടേബിളിൽ വെച്ചിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ കുറച്ചുകൂടി കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു ഈ ബെഞ്ചും ഡെസ്കും. പക്ഷേ അത് അവർക്ക് കംഫർട്ടല്ല, എൻ്റെ ആഗ്രഹം മാത്രമായിട്ട് അതങ്ങ് അവസാനിച്ച് ഇപ്പം അത് മച്ചുമേലെ ആർക്കും വേണ്ടാത്തതായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അന്ന് ആ മേശയും ബെഞ്ചും ഡെസ്കും വാങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ കടയിലത്തേക്ക് വാങ്ങിച്ചതായിരുന്നു വേറൊരു ടേബിള്. ആ ടേബിള് ഇങ്ങനെ പൊക്കം കുറവായതുകൊണ്ട് എനിക്കിത് പൊക്കമൊക്കെ കറക്റ്റ് ചെയ്ത് എൻ്റെ അണ്ണൻ എനിക്ക് പണി കഴിപ്പിച്ച് തന്ന സാധനമാണ്. പക്ഷേ ഈ മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ മക്കൾക്കൊരു ഹോബി എന്തോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇട്ട ഡ്രസ്സ് ഇവരിപ്പോൾ ഒരു ദിവസം 3 ഡ്രസ്സ് മാറ്റുമല്ലോ. അതായത് രാവിലെ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അവർ യൂണിഫോം എടുത്തിടുമ്പോൾ ഇത് കഴുകാൻ കൊണ്ടുവന്നിട്ടാൽ ഞാൻ വഴക്ക് പറയും. അത് ഒരു ദിവസം കൂടി ഇട്ടൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറയുന്നത് കാരണം വൈകുന്നേരം വന്നിട്ട് ഇടാം എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് എന്ത് ചെയ്യും, ഈ ടേബിളിൻ്റെ മാളിൽ കൊണ്ടുവന്നിടും. പക്ഷെ അത് പിന്നീട് അവരിടൂല, വൈകുന്നേരം വന്നിട്ട് പുതിയ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിടും. അങ്ങനെയാണ് ഈ ഇത്രയും തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടുന്നത് കേട്ടോ. ഈ ടേബിൾ ഞാനൊരു വർക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ടേബിൾ കുപ്പ പോലെ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. എല്ലാ ചണ്ടിയും കുണ്ടിയും മണ്ടിയും എല്ലാം ഈ ടേബിളിൻ്റെ അകത്ത് കാണും മക്കളെ. പിന്നീട് ആ വർക്കൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഫ്രീ ഒന്നും ആവില്ല, ഇതിന് വേണ്ടി ഈ ടേബിൾ വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ഫ്രീ ആവും. അങ്ങനെ ആയി പിന്നെ ഉള്ള തുണിയെല്ലാം ഒതുക്കി പറക്കി
ഈ ടേബിള് ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ആക്കിയെടുക്കാൻ എത്ര സമയം പിടിക്കുമെന്നറിയാമോ? ഇനി ഈ ടേബിള് ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഇങ്ങനെ കിടക്കുള്ളൂ. അത് നിങ്ങൾ ഓർക്കണം. നാളെ രാവിലെ നോക്കുമ്പോൾ ഇത് വീണ്ടും കുപ്പ ബോക്സായി മാറും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന അടുക്കി ഒതുക്കി ഓരോ സ്ഥലങ്ങളിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെക്കും. പക്ഷേ ഈ വെപ്രാളത്തിൽ ഞാനത് ചെയ്യുന്ന സമയത്ത്, അത് അടുക്കളയിലായിരുന്നാലും അങ്ങനെ തന്നെ കേട്ടോ, വാരി വലിച്ചങ്ങിടും. എന്നിട്ട് പിന്നെ ഒരു ദിവസം ഇങ്ങനെ മെനക്കെട്ടിരുന്ന് അതിനെ വൃത്തിയായിട്ട് ഒതുക്കി പറക്കി വെക്കാൻ വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ മക്കളുടെ അടുത്ത് എപ്പോഴും പറയും, നമുക്ക് പറ്റുന്ന അബദ്ധമാണല്ലോ നമ്മളെ മക്കളുടെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എടുക്കുന്ന സാധനം എടുക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ എനിക്കത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അത് എൻ്റെ ഒരു വലിയ പരാജയം തന്നെയാണ് കേട്ടോ. അടുക്കളയിലായിരുന്നാലും ഭക്ഷണം വെക്കുന്ന ഈ മുളക് പൊടി, മല്ലിപ്പൊടി, പുളി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എടുക്കും. അതെന്നിട്ട് എവിടെയെങ്കിലും വെക്കും. എന്നിട്ട് അത് തിരക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയാത്രയും കളയും. സത്യത്തിൽ അത് നമ്മളെ സമയം കൊല്ലുന്ന ഒരു അവസ്ഥയാണ്. എടുക്കുന്ന സാധനം എടുക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലോ നമുക്കറിയാം ആ സാധനം അവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ അത് കാണുമ്പോൾ കുറച്ചുകൂടി വൃത്തി കാണും. പക്ഷേ അതിൽ ഞാൻ വലിയ പരാജയം തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ഒരു വർക്ക് വന്നതെന്ന് വെച്ചോ, ഈ വർക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ മക്കളെ കൊണ്ടുവന്നാക്കാൻ പോകണം, പിന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകണം, പിന്നെ അദ്ദേഹത്തിനെ കൊണ്ടാക്കാൻ പോകണം, അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകണം, ഇതിൻ്റെ ഇടയിൽ അടുത്ത ട്രിപ്പ് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തുണിയലക്കാൻ വേണ്ടിയിട്ട് പോകണം, അതും കഴിഞ്ഞ് മുറ്റം തീർക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നുഴഞ്ഞു കയറി ചെയ്യുന്ന പണിയാണ് തയ്യൽ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ പറയില്ലേ, അയ്യോ ഇത് എനിക്ക് നടുവൊടിയുന്നു, ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, ഞാൻ നമ്മളെ മക്കളെ കഷ്ടപ്പെട്ടിട്ടല്ലേ വളർത്തുന്നത് എന്നൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അയ്യോ എനിക്ക് വയ്യ, ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റൂല. കാര്യമില്ലെന്നല്ല, അത് നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതെല്ലാം ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യണം, ഇതെനിക്ക് ചെയ്യണം. ഇതിപ്പോൾ ചെയ്തില്ല എന്ന് വെച്ചോ, എന്നെ ആരും ഒന്നും പറയില്ല. എൻ്റെ ഭർത്താവ് അങ്ങനെ വഴക്ക് പറയുന്ന ഒരാളല്ല. എന്നെ ഒന്നും പറയില്ല. ഇപ്പോൾ ഒരു നേരം ഭക്ഷണം വെച്ചില്ല എന്ന് വെച്ചോ, ഒന്നും പറയില്ല. വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചും കൂടി തരും. പക്ഷെ എന്നാലും എൻ്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണം, എൻ്റെ മക്കൾ ഇരിക്കുന്ന സ്ഥലം, ഞാൻ തയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം ആണുങ്ങളുടെ ഡ്രസ്സുകളൊന്നും ഞാൻ തയ്ക്കൽ പോലും ഇല്ല കേട്ടോ. പക്ഷെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനത് പഠിച്ചെടുത്ത് എൻ്റെ മക്കളുടെ ഡ്രസ്സ് അത് ഞാൻ തന്നെ തയ്ക്കും. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്യണം, എനിക്ക് തന്നെ ചെയ്യണം. അതൊരു നല്ല ശീലമാണോ അഴുക്ക ശീലമാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് തന്നെ അത് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു പറയും, നമ്മളെ സ്വന്തം മക്കളാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു തന്നില്ലേ, അങ്ങനെ പറയുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിരസത തോന്നും. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം മക്കൾ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്? നമ്മുടെ സ്വാർത്ഥതയുടെ പുറത്ത്, നമ്മുടെ ഇഷ്ടത്തിൻ്റെ പുറത്താണ് മക്കൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്. അത് അയ്യോ ഞാൻ നിനക്കത് ചെയ്തു തന്നില്ലേ, ഞാൻ ഇത് ചെയ്തു തന്നില്ലേ എന്നൊന്നും പറയുന്നത് കൊണ്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടത് കൊണ്ട് മാത്രം ആ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ സ്വന്തം മക്കളാവുമ്പോഴത്തേക്കും നമ്മളൊരിക്കലും ചെയ്ത കാര്യം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇന്നത് ചെയ്തു, ഇന്ന രീതിയിൽ ചെയ്തു, അതെ ഞാനതിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അയ്യോ ഞാനത് ചെയ്തു എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്കിതൊക്കെ മതി. ഇനി അടുത്ത പുതിയ കുറേ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം മുത്തുമണികളെ.